അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. നമുക്കെല്ലാവർക്കും വലിയ പെരുന്നാളിൻ്റെ ഉളുഹിയത്തിൻ്റെ മാംസം കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മളിൽ പലരും മാംസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നവരായിരിക്കും. പലരുടെയും സംശയമാണ്, ഈ ഒരു ഉളുഹിയത്തിൻ്റെ മാംസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമോ, അത് എത്ര ദിവസം വരെ സൂക്ഷിക്കാം എന്നൊക്കെ. അതുപോലെ കാഫിറായ മുസ്ലിം അല്ലാത്തവർക്ക് ഉലൂഹിയത്തിൻ്റെ ഭക്ഷണം കഴിക്കാൻ കൊടുക്കാമോ എന്നൊക്കെ പലരുടെയും സംശയമാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു മാംസം ഉലൂഹിയത്തിൻ്റെ മാംസമാണ്. വലിയ പെരുന്നാളിനെ പ്രമാണിച്ച് അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്തെടുക്കാൻ വേണ്ടി നമ്മൾ അറവ് നടത്തിയ ഇബാദത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു മാംസമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റേതായ ബഹുമാനം ഈ ഒരു മാംസത്തിന് കൊടുക്കണം. ഇത് നമ്മൾ വേസ്റ്റാക്കി കളയരുത്. ചിലരുടെ സംശയമാണ്, പൂച്ചയ്ക്കും പട്ടിക്കും ഈ ഒരു മാംസത്തിൻ്റെ അവശിഷ്ടങ്ങൾ കൊടുക്കാമോ എന്ന്. ഇതിൻ്റെ എല്ലും ഭാഗങ്ങളും അതുപോലെയുള്ള വേസ്റ്റുകൾ പൂച്ചയ്ക്കും പട്ടിക്കും കൊടുക്കാവുന്നതാണ്. അതിലൊന്നും ഒരു തെറ്റുമില്ല. ഈ ഒരു മാംസം നമ്മുടെ ഇബാദത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മാംസമായതുകൊണ്ട് തന്നെ ഇത് കാഫിര്യങ്ങൾക്ക്, മുസ്ലിം അല്ലാത്തവർക്ക് ഈ ഒരു മാംസം ഭക്ഷിക്കാൻ കൊടുക്കുന്നത് നല്ലതല്ല, കൊടുക്കരുത്, ഹറാമാണ്. അവർക്ക് നമുക്ക് കൊടുത്താൽ നമ്മുടെ ഈ ഒരു ഉലൂഹിയത്തിൻ്റെ കർമ്മം വീടുകയില്ല. അവർക്ക് ദാനമായിട്ട് വേണമെങ്കിൽ നമുക്ക് വേറെ മാംസം കടയിൽ നിന്ന് വാങ്ങിയിട്ട് കൊടുക്കാം. പെരുന്നാളിനെ പ്രമാണിച്ച് കൊടുക്കണമെന്നുള്ളവർക്ക് ഈ ഒരു മാംസം കഴിക്കാൻ കൊടുക്കരുത്. അതുപോലെ ഈ ഒരു മാംസം നമ്മൾ ഉണക്കി കഴിക്കുന്നതാണ് ഏറ്റവും ഫലം എന്ന് പറയുന്നത് കേൾക്കാം പണ്ടുള്ള ഉമ്മാമ്മമാരൊക്കെ. എന്നാൽ ഇപ്പോൾ നമുക്ക് അങ്ങനെ ഉണക്കിയൊന്നും കഴിക്കാൻ പറ്റില്ല. നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ഈ ഒരു മാംസം യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതിന് അങ്ങനെ ഒരു കണക്കൊന്നും ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല. നമുക്ക് ഈ ഒരു മാംസം കേടാവാതെ ഭക്ഷിക്കാൻ പറ്റുന്നിടത്തോളം നമുക്ക് ഈ ഒരു മാംസം ഫ്രീസറിൽ സൂക്ഷിച്ചിട്ട് ഭക്ഷിക്കാം. ഈ ഒരു മാംസത്തെ നമ്മൾ വേസ്റ്റ് ആക്കരുത്. അത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വലിയ പെരുന്നാൾ കഴിഞ്ഞാൽ നമുക്ക് 3 ദിവസം പെരുന്നാൾ തന്നെയാണ്. ആ ഒരു ദിവസങ്ങളിൽ നമുക്ക് നോമ്പെടുക്കലൊക്കെ ഹറാമാണ്. പെരുന്നാൾ പോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ വെച്ചിട്ട് കുട്ടികളെയും വീട്ടിലുള്ളവരെയൊക്കെ സന്തോഷിപ്പിക്കുക. നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് കൊടുക്കുക. ഇറച്ചി കൊണ്ടൊക്കെ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങളുടെ ദുആയിൽ എന്നെയും പെടുത്തുക. എൻ്റെ ദുആയിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തുന്നുണ്ട്. ഇസ്ലാമിക് ടിപ്സുകൾ അറിയാനായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ്.